വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നവ്യ നായർ. നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തെയാണ് നവ്യ എന്നോർക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ആദ്യമായി ഓർമ്മ വരുന്നത്. നവ്യ യഥാർത്ഥത്തിൽ ഒരു കൃഷ്ണഭക്ത തന്നെയാണ്. കൃഷ്ണനെ എന്തുകൊണ്ട് താൻ ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന് തനിക്ക് അറിയില്ല എന്ന് നവ്യ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് നവ്യ. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന താരം ഇപ്പോൾ വീണ്ടും സിനിമയിലും പൊതുപരിപാടികളിലും സജീവമാകുന്നുണ്ട്. ഇപ്പോഴിതാ മനോരമ ന്യൂസ് ചാനലിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ക്യാൻസറിനെ കുറിച്ച് നവ്യ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ക്യാൻസറിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബം മൊത്തമാണെന്നാണ് നവ്യ പറയുന്നത്. ഒപ്പം തന്റെ ഒരു അനുഭവവും നവ്യ പങ്കുവച്ചു. എൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേട്ടനും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അച്ഛൻ്റെ ജ്യേഷ്ഠന് ലുക്കീമിയായിരുന്നു. താൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലഘട്ടം തന്നെയായിരുന്നു. ആ സമയത്ത് ജ്യേഷ്ഠന്റെ മുഴുവൻ കുടുംബവും RCC എന്ന ആശുപത്രിയിലേക്ക് ചുരുങ്ങി. വല്യച്ഛന്റെ ഭാര്യയൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷേ അച്ഛന്റെ ജ്യേഷ്ഠന് അസുഖം വന്ന ശേഷം ആ കുടുംബത്തിന് ഭീമമായ ചിലവ് വരികയും മാത്രമല്ല മാനസികമായ ബുദ്ധിമുട്ട്, അതൊക്കെയാണ് ഏറ്റവും പ്രധാനം. അവരുടെ മക്കൾ ആ സമയത്ത് 10ാം ക്ലാസ്, കോളേജ് അങ്ങനെയുള്ള സ്റ്റേജിലേക്ക് മാറുന്ന സമയമായിരുന്നു. അവരുടെ ജീവിതം മുഴുവൻ മാറി. കുട്ടികളെ നോക്കാനോ അവരോട് പഠിക്കാൻ പറയാനോ ഉള്ള മാനസികാവസ്ഥയൊന്നും ആർക്കുമില്ലായിരുന്നു. പക്ഷെ അവരൊക്കെ ഗംഭീരമായി പഠിച്ച് ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥരാണ്. ആ ഒരു കാലഘട്ടം ഫുൾ ഫാമിലി തരണം ചെയ്തതിനോടൊപ്പം തന്നെ എനിക്കും അതിൽ പങ്കുചേരാൻ സാധിച്ചിട്ടുണ്ട്. വല്യച്ഛൻ അനുഭവിച്ച വേദനകളും കഷ്ടതകളും എല്ലാം നേരിട്ട് കണ്ടയാളാണ് ഞാൻ. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒപ്പം ഇതെല്ലാം അനുഭവിച്ചു. ക്യാൻസറിന്റെ വേദന ആ വ്യക്തിയുടേത് മാത്രമാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒപ്പം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെടലും വേദനയും എല്ലാം ആ മുഴുവൻ കുടുംബവും അനുഭവിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും. ശരീരവും രൂപവും ഒക്കെ മാറുന്നതിനനുസരിച്ച് അത് അവർ പെട്ടെന്ന് ഷെയർ ചെയ്യുന്നതും കാണിക്കുന്നതും കുടുംബത്തിലെ ഒപ്പം നിൽക്കുന്നവരോടായിരിക്കും. അതൊക്കെ എനിക്ക് നേരിട്ടറിയാം. ഇപ്പോൾ വല്യച്ഛനില്ല. അദ്ദേഹം ഈ വേദനകളെല്ലാം അനുഭവിച്ച ശേഷം ഞങ്ങളെ വിട്ടുപോയി. ലോകത്തുള്ള ഒരേ ഒരു സത്യം മരണമാണ്. അതിന് ക്യാൻസർ തന്നെ കാരണമാകണമെന്നില്ല. ക്യാൻസർ രോഗം വന്നാലും പിന്നെയും ജീവിതം കളറാക്കാനുള്ളത് ചെയ്യുക എന്നും നവ്യ നായർ പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടാണ് നവ്യ നായർക്കുള്ളത്. പൊതുപരിപാടികളിലും സജീവമായ താരം ഇടയ്ക്കിടെ സാമൂഹ്യ വിഷയങ്ങളിൽ അടക്കം മുഖം നോക്കാതെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. തനിക്ക് പ്രേക്ഷകർ നൽകിയ സ്നേഹവും പിന്തുണയും താൻ ബാലാമണിയായതുകൊണ്ട് മാത്രമല്ല എന്നും നവ്യ അടുത്തിടെ പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. വിവാഹത്തിന് ശേഷം പല നടിമാരെയും പ്രേക്ഷകർ മറന്നു പോകാറുണ്ട്. എന്നാൽ തന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല എന്നും നവ്യ പറഞ്ഞിരുന്നു. റീൽസൊക്കെ വൈറലാകുന്നത് ശ്രദ്ധിക്കാറുണ്ടെന്നും അതിൽ സന്തോഷമുണ്ടെന്നും സ്വന്തം അനുഭവങ്ങളാണ് അഭിമുഖങ്ങളിൽ പറയാറുള്ളത് എന്നും നവ്യ പറഞ്ഞു.